കേരളത്തിന്റെ സാമൂഹിക വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കോട്ടയം ജില്ല അതിദരിദ്രരില്ലാത്ത സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി ഔദ്യോഗികമായി കോട്ടയത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സമ്പൂർണ്ണ സാക്ഷരതയിൽ തുടങ്ങി ഇപ്പോൾ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷിത ജീവിതവും ഉറപ്പാക്കിക്കൊണ്ട് കോട്ടയം വികസനത്തിന്റെ ഒരു പുതിയ മാതൃക തീർത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിക്ക് കോട്ടയം ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷാണ് ഈ ചരിത്രപരമായ നേട്ടം പ്രഖ്യാപിച്ചത്. കേരള സർക്കാരിന്റെ അതിദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് മാസങ്ങൾ നീണ്ട ആസൂത്രണവും കഠിനാധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ നടത്തിയ സമഗ്ര സർവേയിൽ ജില്ലയിൽ 1071 അതിദാരിദ്ര്യ കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത്. തുടർന്ന് വിശദമായ പരിശോധനകളിലൂടെയും സ്ഥിരീകരണങ്ങളുടെയും 903 കുടുംബങ്ങളുടെ അന്തിമ പട്ടിക തയ്യാറാക്കുകയും അവർക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തു. ഈ പദ്ധതി വെറുമൊരു സാമ്പത്തിക സഹായത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. ഓരോ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ വ്യക്തിഗതമായി വിലയിരുത്തി സമഗ്രമായ പരിഹാരങ്ങളാണ് നടപ്പിലാക്കിയത്. അതിദരിദ്ര കുടുംബങ്ങളിലെ ഓരോ അംഗത്തിന്റെയും വിശപ്പകറ്റാനും ആരോഗ്യം ഉറപ്പാക്കാനും പ്രത്യേക ശ്രദ്ധ നൽകി. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു. ആഹാരം പാകം ചെയ്യാൻ സാധിക്കാത്തവർക്ക്, പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾക്കും വയോജനങ്ങൾക്കും പാകം ചെയ്ത് ഭക്ഷണം വീടുകളിൽ എത്തിച്ചു നൽകി. ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി മരുന്നുകൾ, പാലിയേറ്റീവ് കെയർ, ആരോഗ്യ സഹായ ഉപകരണങ്ങൾ എന്നിവ സൗജന്യമായി ലഭ്യമാക്കി. അടിയന്തര ചികിത്സ ആവശ്യമായവർക്ക് സർക്കാർ ആശുപത്രികളുമായി സഹകരിച്ച് മികച്ച ചികിത്സയും ഉറപ്പാക്കി. ഈ പദ്ധതിയുടെ ഏറ്റവും നിർണായകമായ ഘട്ടം എല്ലാ അതിദരിദ്ര കുടുംബങ്ങൾക്കും സുരക്ഷിതമായ വാസസ്ഥലം ഉറപ്പാക്കുക എന്നതായിരുന്നു. വീടില്ലാത്ത 67 കുടുംബങ്ങൾക്ക് പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകി. ഭൂമിയും വീടും ഇല്ലാതിരുന്ന 50 കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി വീടും നിർമ്മിച്ചു നൽകി. വാടക വീടുകളിൽ കഴിഞ്ഞിരുന്ന 22 കുടുംബങ്ങളെ വാടക നൽകി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. ലൈഫ് മിഷൻ പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നിവയ്ക്ക് പുറമെ സ്പോൺസർഷിപ്പിലൂടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയുമാണ് ഈ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. കോട്ടയത്തെ അതിദാരിദ്ര്യമുക്തമാക്കുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രാദേശിക ഭരണകൂടത്തിന്റെയും ജനപ്രതിനിധികളുടെയും ഇച്ഛാശക്തി നിർണായക പങ്ക് വഹിച്ചു. പദ്ധതിയുടെ അവസാന ഘട്ടത്തിൽ അവശേഷിച്ചിരുന്ന ഒരാൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി മന്ത്രി VN വാസവന്റെ പ്രത്യേക ഇടപെടലിലൂടെ വൈക്കത്ത് 4 സെന്റ് ഭൂമി ലഭ്യമാക്കിയത് ഈ ദൗത്യത്തിന്റെ വിജയം ഉറപ്പിച്ചു. സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനം പോലെ ഈ അതിദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയും ഒരു ജനകീയ മുന്നേറ്റമായിരുന്നു. ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും പൊതുജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ മഹത്തായ നേട്ടം. ഓരോ വ്യക്തിയെയും കണ്ടെത്തി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പരിഹാരങ്ങൾ ഒരുക്കിയത് ഈ പദ്ധതിയുടെ സവിശേഷതയാണ്. കോട്ടയം കൈവരിച്ച ഈ നേട്ടം മറ്റ് ജില്ലകൾക്കും സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയാണ്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തി എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം എത്രത്തോളം മുന്നോട്ടു പോയി എന്ന് ഈ നേട്ടം അടിവരയിടുന്നുണ്ട്. ഇത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമല്ല, മാനവികതയുടെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും തിളക്കമാർന്ന വിജയം കൂടിയാണ്.